പാലക്കാട് ടെസ്റ്റായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ സ്ഥാനാർത്ഥിത്വ കാര്യത്തിലാണെങ്കിലും മറ്റ് വിവാദങ്ങളിലുമൊക്കെ വലിയ തോതിലുള്ള ചർച്ചകളൊക്കെ നടന്നാണ്. ഇപ്പോഴത്തെ മറ്റൊരു ടെസ്റ്റ് അവിടെ സംഭവിക്കുന്നത്. അതൃപ്തി മറന്ന് കെ മുരളീധരനും സന്ദീപ് വാര്യരും ഒരേ വേദിയിൽ എത്തുകയാണ്. മൾട്ടിപർപ്പസ് സഹകരണ സംഘം വേദിയിലാണ് ഇരു നേതാക്കളും ഒരുമിച്ചെത്തിയത്. അഭിപ്രായമുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകുമെന്നും ഞങ്ങൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെന്നും കെ മുരളീധരൻ പറഞ്ഞു. വിമർശനം ഉണ്ടാവുമല്ലോ. അഭിപ്രായങ്ങളുള്ള സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. അതുകൊണ്ട് ആ ജനാധിപത്യ പാർട്ടിയിലേക്ക് അദ്ദേഹം കടന്നു വന്നു. ഞങ്ങളൊക്കെ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഗോകുൽ വി എസ് ആണ് വിവരങ്ങളുമായി. ഗോകുൽ, മുരളീധരൻ പറഞ്ഞു സന്ദീപിനെ സ്വാഗതം ചെയ്യുന്നു, പക്ഷേ സന്ദീപിന്റെ മുൻ നിലപാടിനെയൊക്കെ വിമർശിക്കുന്നുണ്ടായിരുന്നു കെ മുരളീധരൻ. അതിനെ ആയുധമാക്കിയാണ് അല്പം മുമ്പ് സംസാരിച്ച LDF നേതാവ് AK ബാലൻ ഉൾപ്പെടെ ഉള്ളവർ. അതിനിടയിലാണ് ഇങ്ങനെ ടെസ്റ്റ് കൂടി സംഭവിക്കുന്നത്. വേഗത്തിൽ പ്രശ്നം പരിഹരിക്കാൻ എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞത്? അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദീപിൻ്റെ കോൺഗ്രസ് പ്രവേശനത്തിൽ അതിൽ അതൃപ്തി പരസ്യമായി തന്നെ അല്ലെങ്കിൽ അതിൽ മറച്ചു വയ്ക്കാതെ പറഞ്ഞത് നേതാവ് കെ മുരളീധരനായിരുന്നു. കെ മുരളീധരൻ സന്ദീപിൻ്റെ മുൻകാലത്തെ പല പരാമർശങ്ങളെയും വിമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ബൈറ്റ് അങ്ങനെയായിരുന്നു. പക്ഷേ സന്ദീപിൻ്റെ കടന്നുവരവിനെ, കോൺഗ്രസിലേക്കുള്ള കടന്നുവരവിനെ അപ്പോഴും അദ്ദേഹം സ്വാഗതം ചെയ്തിരുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുൻകാലത്തെ പ്രസംഗങ്ങളും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിമർശനാത്മകമായി തന്നെയാണ് കെ മുരളീധരൻ പറഞ്ഞത്. പക്ഷേ ഇന്ന് രാവിലെ വളരെ പെട്ടെന്നാണ് ഈ ശ്രീകൃഷ്ണപുരത്തുള്ള മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ കെ മുരളീധരനും സന്ദീപും ഒരുമിച്ച് വരുന്നത്. അദ്ദേഹം വരിക മാത്രമല്ല, സന്ദീപിനെ കുറിച്ച് നമ്മുടെ പ്രതിനിധി അവിടെ ഉണ്ടായിരുന്ന ശൃംഗർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അഭിപ്രായമുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, അത് അങ്ങനെ കണ്ടാൽ മതി. മാത്രമല്ല മറ്റു പാർട്ടിയിലായിരുന്നപ്പോൾ, വേറൊരു പാർട്ടിയിലായിരുന്നപ്പോൾ വേറെ ആശയത്തിലായിരുന്നു സന്ദീപ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, എല്ലാവർക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. അപ്പോൾ അഭിപ്രായം ഉള്ളതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ആ രീതിയിൽ അദ്ദേഹത്തെ അതിനെ ലഘൂകരിച്ച് തന്നെ പറയുകയാണ്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം കെ മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഒരു അതൃപ്തി, ആ രീതിയിലുള്ള ഒരു പരാമർശങ്ങൾ പരിപാടിയിൽ രണ്ടുപേരെയും നേരത്തെ ക്ഷണിച്ചിരുന്നതാണോ അതോ ഈ പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി മുരളീധരൻ വരുന്ന പരിപാടിയിലേക്ക് സന്ദീപ് പോയി എന്താണോ അത് മനസ്സിലാകുന്നുണ്ടോ? കെ മുരളീധരനായിരുന്നു ഈ പരിപാടിയിൽ നേരത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ പെട്ടെന്ന് സന്ദീപ് വാര്യർ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് വളരെ കുറച്ച് സമയം മുൻപാണ്, ഈ പരിപാടി ആരംഭിക്കുന്നതിന് കുറച്ച് സമയം മുൻപാണ് നമുക്ക് വിവരം ലഭിച്ചത്. അങ്ങനെയാണ് നമ്മുടെ പ്രതിനിധി അവിടേക്ക് എത്തുന്നതും. അതായത് വളരെ പെട്ടെന്ന് തന്നെ പ്രശ്നം പരിഹരിച്ചു എന്ന് തന്നെ നമ്മൾ കാണേണ്ടി വരും. കാരണം അവസാന ഘട്ടത്തിൽ സന്ദീപ് വരുന്നത് കോൺഗ്രസ് ക്യാമ്പിന് വലിയ ഊർജ്ജം പകർന്നിരുന്നു. അപ്പോഴും കെ മുരളീധരൻ്റെ ചില പരാമർശങ്ങൾ അവിടെ ഒരു കല്ലുകടിയായി തുടർന്നിരുന്നു. പക്ഷേ ആ കല്ലുകടി കൂടി ഇന്ന് ഈ പ്രചരണത്തിൻ്റെ അവസാന ദിവസവും കോൺഗ്രസ് മാറ്റുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഈ സഹകരണ സംഘത്തിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് സന്ദീപിനെ സ്വീകരിച്ചത് കെ മുരളീധരൻ കൂടിയാണെന്നുള്ളത് ഓർക്കണം. അപ്പോൾ അങ്ങനെ സ്വീകരിച്ചു, ഇരുവരും ഒരു വേദിയിലുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ പ്രതിനിധി ഈ കാര്യത്തെക്കുറിച്ച്, മുൻപുള്ള പരാമർശത്തെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: മറ്റു പാർട്ടിയിലായിരുന്നപ്പോൾ സ്വാഭാവികമായും എതിർപ്പ് പറയും, അത് രണ്ട് പാർട്ടിയിലുള്ള രണ്ടഭിപ്രായങ്ങളിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായും പരസ്പരം രാഷ്ട്രീയമായി വിമർശിക്കും. പിന്നീട് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, എല്ലാവർക്കും അഭിപ്രായമുള്ള പാർട്ടിയാണ്. ആ അഭിപ്രായമുള്ളത് കൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. അതിനെ അങ്ങനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ലഘൂകരിച്ചുകൊണ്ടുള്ള ഒരു ബൈറ്റാണ് അദ്ദേഹം തന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം വരെ കെ മുരളീധരൻ ഉണ്ടായിരുന്ന അതൃപ്തി മാറുന്നു. അദ്ദേഹം പരസ്യമായി തന്നെ സന്ദീപിനെ സ്വീകരിക്കുന്നു എന്നും നമ്മൾ കാണേണ്ടതാണ്. ശരി, ഒരു പ്രശ്നം അത് പരിഹരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. അതൃപ്തി മറന്ന് കെ മുരളീധരനും സന്ദീപ് വാര്യരും ഒരേ വേദിയിലെത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. മൾട്ടിപർപ്പസ് സഹകരണ സംഘം ശ്രീകൃഷ്ണപുരത്തെ ഉദ്ഘാടന വേദിയിലാണ് ഇരു നേതാക്കളും ഒരുമിച്ചെത്തിയത്. അഭിപ്രായമുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടാകും. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, ഞങ്ങൾ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നതായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം.